ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 221 താമ്രപർണി തീരത്ത്. ഭാഗം 221 താമ്രപർണി തീരത്ത് ഇവിടെ ആരംഭിക്കുന്നു. ഒരു ദിവസം ഗുരുദേവൻ താമ്രപർണി എന്ന പുണ്യനദിയുടെ തീരത്തെത്തി. നാഗർകോവിലിൽ അന്ന് വിദ്യാർത്ഥിയായിരുന്ന കാർത്തികപ്പള്ളിക്കാരൻ ദാമോദരൻ അപ്പോൾ ഗുരുദേവനെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുദേവൻ അവിടെയുള്ള ഒരു കൽമണ്ഡപത്തിൽ കയറിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവിടെയുള്ള പാലത്തിനടുത്തേക്ക് പോയി. കുളിക്കാനും നനയ്ക്കാനുമുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ഗുരുദേവൻ കൽപ്പടവിൽ ഇറങ്ങി നിന്ന് കുളിക്കുകയും ഉടുത്തിരുന്ന വസ്ത്രം നനയ്ക്കുകയും ചെയ്തു. എന്നിട്ട് പ്രസിദ്ധമായ നെല്ലയപ്പൻ കോവിലിലേക്ക് നടന്നു. അവിടെ അന്ന് ഉത്സവം നടക്കുകയായിരുന്നതിനാൽ വലിയ ജനത്തിരക്കുണ്ടായിരുന്നു. ഗുരുദേവൻ അതൊന്നും കാര്യമാക്കാതെ ഗോപുരവാതിൽ കടന്ന് ഇടനാഴിക്ക് ഇരുവശവുമുള്ള കരിങ്കൽ വരാന്തയിൽ ഒന്നിൽ കയറി ഇരിപ്പായി. കുറേ നേരം കഴിഞ്ഞപ്പോൾ 3-4 ശിഷ്യന്മാർ ഭക്ഷണവുമായി അവിടെ എത്തിച്ചേർന്നു. അവരുടെ അപ്പോഴത്തെ വരവ് ഗുരുദേവന് ഇഷ്ടപ്പെടുകയുണ്ടായില്ല. അതിലുള്ള നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു: ഇതുവരെ നാം ഇവിടെ സുഖമായി ഇരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഗുരുദേവൻ അവർ കൊണ്ടുവന്നിരുന്ന ഭക്ഷണം എടുത്തു കഴിച്ചു. അതിൽ കുറച്ച് ബാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടെ ഉണ്ടായിരുന്ന ദാമോദരന് വേണ്ടിയായിരുന്നു. പിന്നീട് പടിഞ്ഞാറെ ഗോപുരത്തിനടുത്തുള്ള ഒരു വലിയ കൽവിളക്കിലെ എണ്ണയിൽ ചൂണ്ടുവിരൽ തൊട്ട് മറുകൈയുടെ പുറത്തേക്ക് തേച്ചിട്ട് മണപ്പിച്ചു നോക്കി. എന്നിട്ട് ദാമോദരനോടായി പറഞ്ഞു: പുന്നയ്ക്ക എണ്ണയാണ്. രാത്രിയായപ്പോൾ മൂടി പുതച്ചിരുന്ന മുണ്ട് ഒരു കൽത്തറയിൽ വിരിച്ച് പടിഞ്ഞാറേക്ക് തലയും വെച്ച് ഗുരുദേവൻ കിടപ്പായി. താമ്രപർണിയുടെ ഒഴുക്കിൻ്റെ സംഗീതം അവിടമാകെ അപ്പോൾ അലയടിച്ചു നിന്നിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞതോടെ ഗോപുരത്തിന് വെളിയിൽ പോകുന്നതിനായി കുറേയധികം സ്ത്രീകൾ ഗുരുദേവൻ കിടന്നിരുന്നതിനടുത്തെത്തി. അവരുടെ വസ്ത്രങ്ങളെല്ലാം തട്ടിക്കുടയുവാൻ തുടങ്ങി. അതോടെ അവിടമാകെ പൊടിപടലമായി. അത് കണ്ടിട്ട് ദാമോദരൻ ആ സ്ത്രീകളെ വഴക്കു പറഞ്ഞു. അപ്പോൾ അവരിൽ മുതിർന്ന ഒരു സ്ത്രീ സൗമ്യമായി ദാമോദരനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: കോവിലിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇവിടെ നിന്നൊരു പൊടി പോലും കൂടെ കൊണ്ടുപോയി കൂടെന്നാണ്. നേരം വെളുക്കുന്നത് വരെ ഗുരുദേവൻ ആ കൽത്തറയിൽ കിടന്ന് സുഖമായി ഉറങ്ങി. പുലർച്ചെ തന്നെ എഴുന്നേറ്റ് താമ്രപർണി നദിയിലിറങ്ങി മുങ്ങിക്കുളിച്ചു. അതിനുശേഷം ചിന്തുപൂന്തുറയിലേക്ക് നടന്നു. ആ നടപ്പിനിടയിൽ ദാമോദരനോട് ഗുരുദേവൻ പറഞ്ഞു: നേരം പുലരും മുമ്പ് നാം ഇങ്ങനെ വളരെ ദൂരം നടന്നിട്ടുണ്ട്. അന്നും നമുക്കൊപ്പം നടക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഗുരുവേ ശരണം ശരണം ഗുരുവേ ശ്രീനാരായണ ഗുരുവേ ശരണം. തവ പദ ശരണം തിരുവടി ശരണം ശ്രീനാരായണ ഗുരുവേ ശരണം. ഗുരുവേ ശരണം ശരണം ഗുരുവേ ശ്രീനാരായണ ഗുരുവേ ശരണം. മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 221 താമ്രപർണി തീരത്ത് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.